തിരുവനന്തപുരത്തെ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ. ആനന്ദിന്റെ ശിവസേന ബന്ധം ഉന്നയിച്ച സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന BJP അധ്യക്ഷൻ. ഷൊർണൂരിൽ വികസിത ഷൊർണൂർ കൺവെൻഷനിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ആനന്ദ് ശിവസേനയിലേക്ക് പോയെന്നാണ് താൻ അറിഞ്ഞതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മണ്ഡലം കമ്മിറ്റി നിർണയിച്ച സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ആനന്ദിന്റെ പേരുണ്ടായിരുന്നില്ല. വിഷയത്തിൽ മന്ത്രി ശിവൻകുട്ടിയും കോൺഗ്രസും മുതലക്കണ്ണീർ പൊഴിക്കുകയാണ്. പാർട്ടിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കും. പ്രശ്നത്തിൽ വിഷമമുണ്ട്, രാഷ്ട്രീയവൽക്കരിക്കരുത്. ഇതുകൊണ്ടൊന്നും യഥാർത്ഥ ചർച്ചയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാവില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJP ഒരു പ്രവർത്തകരുടെ പാർട്ടിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇതിനെക്കുറിച്ച് ഞങ്ങൾ കേട്ട ഉടനെ ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞു, ഇത് അന്വേഷിക്കണം. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ ഞങ്ങളത് കൃത്യമായി അന്വേഷിച്ച് അതിനെക്കുറിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ ഇന്നലെ ജില്ലാ പ്രസിഡന്റ് എന്നോട് വിളിച്ച് പറഞ്ഞു, മണ്ഡലം ലെവൽ ഞങ്ങളുടെ പ്രോസസ്സും രീതി എന്ന് പറഞ്ഞാൽ മണ്ഡലം ലെവലാണ് ഒരു പാനൽ അയക്കുന്നത്. ആ മണ്ഡലത്തിൽ നിന്ന് വന്ന പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞല്ലോ, തൃശ്ശൂർ പറഞ്ഞു, എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. പക്ഷേ ഇല്ല, അതല്ല, അങ്ങനെയൊന്നും പറഞ്ഞു. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, പുള്ളി ഇന്നലെ നമ്മൾ BJPന്റെ ടിക്കറ്റ് കിട്ടാത്ത സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതാണ്, പുള്ളി ഉദ്ധവ് ഠാക്കറേന്റെ ശിവസേനന്റെ ഒരു ഭാഗമായി എന്നാണ് ഞങ്ങൾ കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷെ ഇതൊരു വിഷമമുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദുഃഖമുണ്ട്. ഇതിന്റെ അന്വേഷണം ഞാൻ നടത്തും എന്ന് ഇന്നലെ പറഞ്ഞു, ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു. അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങൾ കാര്യങ്ങൾ വേണ്ടത് ചെയ്യും. പക്ഷേ ഇതിനെ ഒരു പൊളിറ്റിസൈസ് ചെയ്യേണ്ട ഒരു രീതി ഞാൻ കാണുന്നത് കോൺഗ്രസും CPM. ഇത് ഞങ്ങൾ ചെയ്യുന്നതും ഞങ്ങൾ പറയുന്ന വികസന സന്ദേശവും വികസിത കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഒരു അവസരമായിട്ട് കാണുന്നു. ഞാൻ ഇന്ന് രാവിലെ എന്നോട് തൃശ്ശൂർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പറയുന്നത് ആരാണ്? ഇതിന് ഈ എന്താ മുതലക്കണ്ണീര് പോലെ ശിവൻകുട്ടിജിയും പിന്നെ കോൺഗ്രസ്സുകാർ പറയുമ്പോൾ അല്ലേ പിന്നെ നമ്മുടെ നവീൻ ബാബുവിന്റെ ആത്മഹത്യ അത് മറന്നോ? കോൺഗ്രസിന്റെ വയനാടിൽ ജില്ലാ ട്രഷറർ അതിന്റെ ആത്മഹത്യ മറന്നോ? ഇതിനെല്ലാം പൊളിറ്റിക്കൽ തന്ത്രമായിട്ട് ഉപയോഗിക്കരുത്. ഒരു ദുഃഖമുണ്ട്, വിഷമമുണ്ട്, സങ്കടമുണ്ട്. ഞങ്ങളുടെ ഭാഗത്തിന് ഞങ്ങളുടെ സംഘടനാപരമായ ഒരു വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് കൃത്യമായി അന്വേഷിച്ചിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇന്നലെ തന്നെ ഇതിന്റെ അന്വേഷണമൊക്കെ തുടങ്ങി. ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞു. പക്ഷേ ഇതിനൊരു വൾച്ചർ പോളിറ്റിക്സ് ആയിട്ട് ഒരു അവസരം നോക്കുന്നത് ഞാൻ അത് ഗുണമായിട്ട് കാണുന്നു. പിന്നെ ഒന്ന്, എന്നെ കുറിച്ച് പറയാനോ ഞങ്ങളെ പാർട്ടിനെ കുറിച്ച് പറയാനോ നിങ്ങൾ എല്ലാവർക്കും ഒരു അവകാശമുണ്ട്. അത് ചെയ്യേണ്ട ആൾക്കാരെല്ലാം ചെയ്യും. പക്ഷെ പാർട്ടിന്റെ ഒരു മെസ്സേജും പാർട്ടിന്റെ ഒരു ലക്ഷ്യം വികസിത കേരളമാണ്, വികസിത ഷൊർണൂരാണ്, വികസിത തൃശ്ശൂരാണ്. ഇവര് 10-20 കൊല്ലമായിട്ട് ജനങ്ങളുടെ അവസരം കൊടുക്കുമ്പോൾ CPM-ഉം കോൺഗ്രസും ചെയ്യാത്ത കാര്യങ്ങളെല്ലാം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. അതിന് ശ്രദ്ധ തിരിക്കാൻ ഇവരുടെ ഏത് തന്ത്രമാണ്, ഏത് രീതിയാണെങ്കിലും അത് ഞങ്ങൾ സമ്മതിക്കില്ല. അത് പരാജയമാവണം ഞാൻ കൃത്യമായി പറയും. UTV ന്യൂസ്, പാലക്കാട്.